സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന നയതന്ത്രജ്ഞരെയും നയരൂപീകരണ വിദഗ്ധരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന റഷ്യയും ഇന്ത്യയും ഉഭയകക്ഷി ബന്ധങ്ങൾക്കായുള്ള ഒരു പുതിയ അജണ്ടയിലേക്ക് എന്ന രണ്ടാമത്തെ അന്താരാഷ്ട്ര സമ്മേളനം മാർച്ച് 23-ന് മോസ്കോയിൽ നടക്കും. സെർജി ലാവ്റോവും ജയശങ്കറും ചേർന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇത് ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് നൽകുന്ന പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ടി.വി. ബ്രിക്സ് പ്രകാരം ഇഗോർ ഇവാനോവ്, ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ ടെനിസ് അലിപ്പോവ്, റഷ്യയിലെ ഇന്ത്യയുടെ ചാർജ് ഡി അഫയേഴ്സ് നിഖിലേഷ് ഗിരി എന്നിവർ പ്രധാന പങ്കാളികളായിരിക്കും. റഷ്യൻ ഇന്റർനാഷണൽ അഫയേഴ്സ് കൗൺസിലും റഷ്യയിലെ ഇന്ത്യൻ എംബസിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനം ബഹുദ്രുവ ലോകം രൂപപ്പെടുത്തുന്നതിൽ റഷ്യയുടെയും ഇന്ത്യയുടെയും പങ്ക്, മൂന്നാം രാജ്യങ്ങളുമായുള്ള ഇടപെടൽ, സാമ്പത്തിക സഹകരണം വികസിപ്പിക്കൽ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വിഷയാധിഷ്ഠിത മേഖലകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ടി.വി. ബ്രിക്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായ വളർച്ച കൈവരിച്ചു. റെക്കോർഡ് $68.7 ബില്യൺ ഡോളറിലെത്തി. വ്ളാഡിമിർ പുടിനും നരേന്ദ്രമോദിയും സമ്മതിച്ചതുപോലെ 2030ഓടെ വ്യാപാരം $100 ബില്യൺ ഡോളറായി ഉയർത്തുക എന്ന അഭിലാഷകരമായ ലക്ഷ്യം ഇരുപക്ഷവും നിശ്ചയിച്ചിരുന്നു. അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത ഇടനാഴി, ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് സമുദ്രപാത, വടക്കൻ കടൽപാത എന്നിവയുൾപ്പെടെയുള്ള കണക്ടിവിറ്റി പദ്ധതികളും ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരിക്കും. ഇവയെല്ലാം ലോജിസ്റ്റിക്സും വ്യാപാര കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്നുണ്ട്. കൃഷി, സംസ്കാരം, വിദ്യാഭ്യാസം, തൊഴിൽ, മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് സമ്മേളനം കൂടുതൽ ചർച്ച ചെയ്യും. ശ്രദ്ധേയമായി റഷ്യയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം 2024-ൽ 35% വർദ്ധിച്ചു. ഇത് വളരുന്ന ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അടിവരയിടുന്നു. ടൂറിസം, തൊഴിൽ ശക്തി കൈമാറ്റം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി വിസ മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുന്നതിനെക്കുറിച്ചും പങ്കെടുക്കുന്നവർ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി സഹകരണത്തിന് വഴികാട്ടാൻ ലക്ഷ്യമിട്ടുള്ള നയശുപാർശകളോടെയാണ് സമ്മേളനം അവസാനിക്കുക. അതേസമയം ചൊവ്വാഴ്ച ഇന്ത്യ 7ാമത് ഇന്ത്യ റഷ്യ UN കൺസൾട്ടേഷനുകൾ നടത്തി. അവിടെ അവർ UN പരിഷ്കാരങ്ങളെക്കുറിച്ച് സംസാരിച്ചു. വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജും റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ അലിമോവും യോഗത്തിന് നേതൃത്വം നൽകി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയുടെ അജണ്ടയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് തീവ്രവാദ വിരുദ്ധത, സമാധാന പാലനം, UNSC പരിഷ്കാരങ്ങൾ എന്നിവയിലായിരുന്നു ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയിലെ തങ്ങളുടെ മുൻഗണനകളെക്കുറിച്ച് ഇരുപക്ഷവും പരസ്പരം വിശദീകരിച്ചു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ അജണ്ടയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, സമാധാന പാലനം, UNSC പരിഷ്കാരങ്ങൾ എന്നിവയിലായിരുന്നു ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നിലവിലെ പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇരുപക്ഷവും കാഴ്ചപ്പാടുകൾ കൈമാറിയതായി MEA പ്രസ്താവനയിൽ പറഞ്ഞു. 2024 ഡിസംബർ 20-ന് മോസ്കോയിൽ നടന്ന 13ാമത് ഇന്ത്യ റഷ്യ ഭീകരവിരുദ്ധ സംയുക്ത യോഗത്തിനും 6ാം റൗണ്ട് UN കൂടിയാലോചനകളിലും വിദേശകാര്യ സെക്രട്ടറി തന്മയാലാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീ തന്മയാലാൽ 2024 ഡിസംബർ 20-ന് മോസ്കോയിൽ റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ശ്രീ സെർജി വെർഷിനിനുമായി ചേർന്ന് 13ാമത് ഇന്ത്യ റഷ്യ JWG ഓൺ ടെററിസം 6ാം റൗണ്ട് UN കൂടിയാലോചനകളും നടത്തി. ഡിസംബർ 19-ന് സെക്രട്ടറി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ശ്രീ മിഖായേൽ ഗലുസിനുമായി കൂടിക്കാഴ്ച നടത്തി. ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തു. റഷ്യയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.